എല്ലാവർക്കും നമസ്കാരം. ഒരനുഭവം പറയട്ടെ. ആ അനുഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ നമ്മളറിയാതെ ഒരു ശക്തി നമുക്ക് പലപ്പോഴും വഴികാട്ടിയായിട്ട് മുന്നിലുണ്ടാവൂലേ. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു ശക്തിയെ തിരിച്ചറിയാൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എന്താണ് സിക്സ്ത് സെൻസ്, ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇപ്പോൾ വലിയ ഋഷിമാർക്കും ആചാര്യന്മാർക്കും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജന്മനാ അങ്ങനെയായിരിക്കും. പക്ഷേ എങ്കിലും ത്രൂ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏകാഗ്രമായിട്ട് നിൽക്കുക. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു ശക്തി മുന്നോട്ട് നയിക്കുന്നതായിട്ട് ഒരമ്മ. ഞാൻ വേഗം വായിക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ 1, 2 അനുഭവങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുതിലേ മുതൽ വളരെയധികം ഈശ്വരഭക്തിയാണ്. എല്ലാ ഭക്തിഗാനങ്ങളും വെച്ച് അതിലങ്ങനെ ലയിച്ചിരിക്കും. എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി എനിക്കൊരു കല്യാണ ആലോചനയുമായിട്ട് വന്നു കേട്ടോ. അന്ന് എനിക്ക് 17 വയസ്സ് മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞു അടുത്ത് കെട്ടിക്കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ആ ചേച്ചി കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ആലോചനയുമായിട്ട് വന്നു. ആ ചേച്ചിയുടെ വീട് കൊടുങ്ങല്ലൂരാണ്. അമ്മ പറഞ്ഞു ജാതകപ്രകാരം 21 വയസ്സ് കഴിഞ്ഞാൽ നടത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അടുത്തു നിന്നൊക്കെ കല്യാണക്കാരി വന്നപ്പോൾ എൻ്റെ കൂടെ സംസാരിച്ച് നടക്കുന്ന ആ അദൃശ്യ ശക്തി എന്താണെന്നറിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. ചോദിച്ചു കേട്ടോ, ഞാൻ എവിടുന്നായിരിക്കും എനിക്ക് വിധിച്ചത് വരുന്നത്, നാളും അടയാളമൊക്കെ പറഞ്ഞു തരുമെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ദിവസം അങ്ങനെ ഒരാൾ എന്നെ തേടി വന്നു കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനും ഭാര്യയും വീട്ടിലേക്ക് ഗേറ്റ് കടന്നത് കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അവർ വന്നത് എനിക്ക് കല്യാണാലോചനയുമായിട്ടാണ്. അത് ശരിയായിരുന്നു കേട്ടോ. ആ അദൃശ്യശക്തി പറഞ്ഞ അടയാളങ്ങളും നാളും പേരും എല്ലാം കറക്റ്റായിരുന്നു. അമ്മേ നാരായണ, സർവം കൃഷ്ണാർപ്പണമസ്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പുലർച്ചെ കാണുന്ന സ്വപ്നം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഏതോ ഒരു ശക്തി വന്നിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ. എന്താ കഥ അല്ലേ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു എന്താണ് കൂട്ടമാണ് നമ്മുടെ ഈ ത്രിമധുരം എന്ന് പറയുന്നത്. ഭക്തരയച്ചു തരുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണവിഗ്രഹങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതൊക്കെ അറിയാലോ. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു.